ഹായ് ഹലോ വെൽക്കം ടു G2 മീഡിയ. എന്തായാലും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തുടരും സിനിമയുടെ വിശേഷവുമായിട്ടാണ്. അപ്പം നമ്മൾ 2 ദിവസം ഇച്ചിരി ഡൗണിലായിരുന്നു. മറ്റൊന്നുമല്ല, പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം അതിഭീകരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം വിഷമകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധാലുക്കളായിട്ട് നമ്മളുടെ രാജ്യത്തിന് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയും അല്ലെങ്കിൽ പറ്റുന്ന രീതിയിലുള്ള ഒരു മനസ്സുകൊണ്ടുള്ള സപ്പോർട്ടും ഒക്കെ ഉണ്ടാകും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് തുടരും സിനിമയുടെ വിശേഷം, അതായത് 14 ദിവസം കൊണ്ട് കേരളക്കരയിൽ നിന്നും വേൾഡ് വൈഡായിട്ടും ഒക്കെ നേടിയ കളക്ഷൻ റിപ്പോർട്ടും, ഇന്ന് 15ാമത്തെ ദിവസമാണ് സിനിമ ഇറങ്ങിയിട്ട്. സിനിമ ഇറങ്ങിയതിന് ശേഷം ഇപ്പം ഒരു 3ാമത്തെ വെള്ളി സിനിമയെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുകയാണ്. അപ്പം 3ാമത്തെ വെള്ളിയാഴ്ച ഈ സിനിമയ്ക്ക്, തുടരും സിനിമയ്ക്ക് എത്രത്തോളം കളക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഉള്ളതാണ് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിക്കുന്നു. എന്തായാലും തുടരും സിനിമയ്ക്ക് 14ാമത്തെ ദിവസം അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻ നേടുകയുണ്ടായി. എങ്കിലും 14ാമത്തെ ദിവസമാണ് ആദ്യമായിട്ട് തുടരും സിനിമ 4 കോടി രൂപയ്ക്ക് താഴോട്ട് കളക്ഷൻ പോയൊരു ദിവസം ഇന്നലെ ആയിരുന്നു. ഇന്നലെ വ്യാഴാഴ്ച ദിവസമായിരുന്നു, 14ാമത്തെ ദിവസമായിരുന്നു അത്രയും താഴോട്ട് പോയത്. എന്തായാലും 15ാമത്തെ ദിവസമായ ഇന്നും അത്യാവശ്യം നല്ല രീതിയിലുള്ള ബുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മണിക്കൂറിൽ 6000-ലധികം ടിക്കറ്റുകളാണ് ഇപ്പോഴും മണിക്കൂറിൽ തുടരും സിനിമയ്ക്ക് വിറ്റുപോകുന്നത്. ഇന്ന് ഇറങ്ങിയ ദിലീപേട്ടൻ ചിത്രമായാലും ഇന്നലെ ഇറങ്ങിയ സർക്കിട്ട്, പടക്കളം, ഈ സിനിമകൾക്കൊന്നും തന്നെ തുടരും സിനിമയുടെ ബുക്കിങ്ങിനെ അല്ലെങ്കിൽ ആ ഒരു കളക്ഷൻ ഗ്രോത്തിനെ യാതൊരു തരത്തിലും എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇതിൻ്റെ ബുക്കിങ്ങിനെ യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വൻ ജനപ്രളയം തന്നെ ഇത്രയും പോസിറ്റീവ് കിട്ടിയ ദിലീപേട്ടൻ സിനിമയും മറ്റ് സിനിമകളൊക്കെ വന്നിട്ടും ഈ സിനിമയ്ക്ക് യാതൊരു കോട്ടവും തട്ടാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മണിക്കൂറിൽ 6000-ലധികം ടിക്കറ്റ് ഇപ്പോഴും ദിനം പ്രതി വിട്ടുപോകുന്നൊരു കാഴ്ച നമുക്ക് ഇത്രയധികം സിനിമകൾ വന്നിട്ടും കാണുന്നെങ്കിൽ അതിനർത്ഥം ഈ സിനിമ അതിൻ്റെ കൂടി എത്രയും കളക്ഷൻ മാക്സിമം നേടാമോ അത്രയും നേടും എന്നുള്ളതാണ്. എന്തായാലും ഇതിൻ്റെ ഒരു കളക്ഷൻ റിപ്പോർട്ട്, 14 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും ഇന്നലെ 14ാമത്തെ ദിവസം 8 ലക്ഷം രൂപ സ്വന്തമാക്കി. മൊത്തം 6,91,00,000 രൂപയാണ് 14 ദിവസം കൊണ്ട് സ്വന്തമാക്കിയത്. ആന്ധ്രാപ്രദേശ്, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 8 ലക്ഷം രൂപ ഇന്നലെ സ്വന്തമാക്കി. മൊത്തം 3,06,00,000 രൂപ. തമിഴ്നാട് സംസ്ഥാനത്ത് 6 ലക്ഷം രൂപ ഇന്നലെ സ്വന്തമാക്കുകയുണ്ടായി. മൊത്തം 3,58,00,000 രൂപയും. ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ 3 ലക്ഷം രൂപ സ്വന്തമാക്കി 3,75,00,000 രൂപയാണ് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ സ്വന്തമാക്കിയിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും 3,95,00,000 രൂപ ഇന്നലെ 14ാമത്തെ ദിവസവും സ്വന്തമാക്കുകയുണ്ടായി. മൊത്തം 83,90,00,000 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ കളക്ഷൻ, കേരള കളക്ഷനോട് കൂടി 2018 തീർത്ത ഇൻഡസ്ട്രി ഹിറ്റ് എന്ന റെക്കോർഡ് മറികടക്കില്ല എന്നുള്ളത് ഇപ്പോൾ ഏകദേശം ഉറപ്പായി. കാരണം പ്രീസെയിൽ കളക്ഷനായിട്ട് 1.5 കോടി രൂപയ്ക്ക് അടുത്ത് മാത്രമാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് ഇന്നും ഒരു 4 കോടി രൂപയ്ക്ക് താഴെയുള്ള കളക്ഷനിൽ ഒതുങ്ങാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 4,20,00,000 രൂപ സ്വന്തമാക്കി മൊത്തം 100 കോടി കവർ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 101,20,00,000 രൂപ എത്തിയിരിക്കുന്നു. വിദേശ രാജ്യത്ത് നിന്നും മൊത്തം 2.5 കോടി രൂപ സ്വന്തമാക്കി 83.5 കോടി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് 14 ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. വേൾഡ് വൈഡായിട്ട് 6,70,00,000 രൂപയാണ് 14ാമത്തെ ദിവസം സ്വന്തമാക്കിയത്. 184,70,00,000 രൂപയിലേക്ക് 14 ദിവസത്തെ കളക്ഷൻ എത്തിയിരിക്കുകയാണ്. എന്തായാലും 184,70,00,000 എന്നുള്ളത് ഇന്നത്തോടുകൂടി ഒരു 190 കോടി റേഞ്ചിലുള്ള കളക്ഷൻ വരും. നാളെ മറ്റന്നാളും കൊണ്ട് തന്നെ നമ്മുടെ ആ മാന്ത്രിക സംഖ്യ അങ്ങോട്ട് മറികടക്കും. ഏത്? ഇന്നലെ 2018 മറികടന്ന് മുന്നോട്ട് പോയി. ഇന്ന് നാളത്തെ കളക്ഷനോടുകൂടി 200 കോടി എന്ന സ്വപ്ന തുല്യമായിട്ടുള്ള നേട്ടത്തിലേക്ക് എത്തും. ഒരു നടനും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിലെ ഉള്ള ഒരു സിനിമാ നടൻ 200 കോടി സിനിമകൾ സ്വന്തമാക്കുക എന്ന റെക്കോർഡിലേക്ക് നാളത്തെയും മറ്റന്നാളത്തെയും കളക്ഷനോടുകൂടി തന്നെ എത്തും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം, ഈ സിനിമകളൊക്കെ, പുതിയ സിനിമകളൊക്കെ വന്ന് വലിയ രീതിയിലുള്ള കോളുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പോലും ഈ സിനിമയെ യാതൊരു തരത്തിലും എഫക്റ്റ് ചെയ്യുന്നില്ല. തുടരും സിനിമ റെക്കോർഡുകൾ തീർത്തുകൊണ്ട് തുടർന്നു കൊണ്ടേയിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 220 കോടി മിനിമം കളക്ഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ സിനിമകളൊക്കെ വന്നിട്ട് ഇത്രയധികം പോസിറ്റീവ് കളക്ഷൻ നേടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം 220 കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വരും. അത് 250 കോടിയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് മാത്രം കണ്ടറിഞ്ഞാൽ മതി. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതിന് വരെ